എണ്ണമറ്റ പാട്ടുകൾ കൊണ്ട് മലയാളിയുടെ ജീവിതം മുഴുവൻ സംഗീത സാന്ദ്രമാക്കിയ ഭാവഗായകൻ വിട. ഭാവഗായകൻ പി ജയചന്ദ്രന് സംഗീത ലോകത്തിന്റെ അന്ത്യാഞ്ജലി. 5 പതിറ്റാണ്ടിലധികം മലയാളിയെ സംഗീത ലോകത്ത് ചേർത്ത് നിർത്തിയ പ്രിയ ഗായകനാണ് വിടവാങ്ങിയത്. അർബുദബാധയെ തുടർന്ന് 80-ാം വയസ്സിലായിരുന്നു പി ജയചന്ദ്രന്റെ അന്ത്യം. തൃശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം രാവിലെ 8 മണിക്ക് പൂങ്കുന്നത്ത് വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. 10 മണിയോടെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് 3:30 പറവൂർ ചേന്നമംഗലത്താണ് സംസ്കാരം. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, ഇന്നലെയാണ് ഈ സങ്കട വാർത്ത നമ്മെ തേടി എത്തിയത്. ഇന്നിപ്പോൾ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് മുൻപുള്ള പൊതുദർശനവും മറ്റു പരിപാടികളും? ഒപ്പം തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആരൊക്കെ എത്തിയിട്ടുണ്ട്? നിലവിൽ എന്താണ് വിവരങ്ങൾ? പ്രവിത, സ്മിത, ഏറെ ദുഃഖത്തോടു കൂടിയാണ് മലയാളക്കരയാകെ പി ജയചന്ദ്രന്റെ വിയോഗത്തെ നോക്കിക്കാണുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശന ചടങ്ങുകളടക്കം ആരംഭിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന അമല ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഈ മൃതദേഹം നിലവിൽ സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടി പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം 8 മണി മുതൽ 10 മണി വരെ ഈ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. 10 മണിക്ക് ശേഷം സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലാണ് ഈ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. 10 മണി മുതൽ 12 മണി വരെ എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരാധകർ ഉൾപ്പെടെ നിരവധി പേർ ഈ റീജിയണൽ തിയേറ്ററിലെ പൊതുദർശനത്തിൽ പങ്കെടുത്തേക്കുമെന്നുള്ളത് തന്നെയാണ് ഈ കുടുംബാംഗങ്ങളടക്കമുള്ളവർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 2 മണി വരെയൊക്കെ പൊതുദർശനം നീണ്ടുപോയേക്കാം എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അത്രമാത്രം ആളുകൾ സ്വാഭാവികമായും പി ജയചന്ദ്രനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകൾ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുക ഈ റീജിയണൽ തിയേറ്ററിലേക്ക് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ 12 മണിക്ക് നിശ്ചയിച്ചിട്ടുള്ള പൊതുദർശനം ഒരു 2 മണി വരെയൊക്കെ നീണ്ടുപോയേക്കാം എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും ഈ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഇന്ന് അവിടെയായിരിക്കും മൃതദേഹം ഉണ്ടാകുക. അവിടെ പൊതുദർശനം തുടരും. അതിനുശേഷം നാളെ രാവിലെ 8:30 പറവൂർ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. അദ്ദേഹം നേരത്തെ തന്നെ ഈ പാലിയത്ത് തറവാട്ടിലായിരിക്കണം, ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലായിരിക്കണം തൻ്റെ ശവസംസ്കാരം ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ കുടുംബാംഗങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ ഈ ചേന്നമംഗലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ നാളെ ഉച്ചയ്ക്ക് 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് ഈ സംസ്കാരം നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നത്. പക്ഷേ ഈ കുടുംബക്ഷേത്രത്തോട് കുടുംബ വീടിനോട് ചേർന്ന് തന്നെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. അവിടെ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് സംസ്കാര ചടങ്ങുകൾ നടത്താനാകില്ല എന്നതുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് നടത്താനായി നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരമായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം നടക്കുക. ഇന്നലെ വൈകുന്നേരമാണ് പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലച്ചിരിക്കാത്ത സമയത്തെത്തിയ ദുരന്തം അദ്ദേഹത്തെ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്നത്. ഇന്നലെ വൈകുന്നേരം 5:30 വരെ അദ്ദേഹം ഈ കുടുംബാംഗങ്ങളുമായി എല്ലാം സംസാരിച്ചിരുന്നതാണ്. ഈ തൊണ്ട വല്ലാതെ വരളുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്ക് തൊണ്ട വരളുന്ന സമയത്ത് ഒരു നാരങ്ങ മിഠായി ഒക്കെ വായിലിടുന്നതായിരുന്നു പതിവ്. അങ്ങനെ 5:30 അങ്ങനെ തൊണ്ട വരളുന്നു എന്ന് പറഞ്ഞ് ഈ നാരങ്ങ മിഠായി വായിലിടുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇവരുമായി കുടുംബാംഗങ്ങളുമൊക്കെയായി സംസാരിച്ചതാണ്. പക്ഷേ 6 മണിക്ക് ശേഷം അദ്ദേഹത്തിന് വല്ലാതെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. 6:30 ശ്വാസതടസ്സം ഈ കലശലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുടുംബത്തിന്റെ കരച്ചിൽ കേട്ട് അയൽവാസികളടക്കം അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് ഈ CPR ഒക്കെ ആദ്യഘട്ടത്തിൽ നൽകിയ ഒരു പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ട് ഈ ശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തി. 7 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അമല ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി എത്തിക്കുന്നത്. 7:30 ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ അധികം മോശമായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പിന്നീട് കൃത്രിമ ശ്വാസം അടക്കം നൽകിക്കൊണ്ട് ഈ ജീവൻ നിലനിർത്താനുള്ള അവസാനവട്ട ശ്രമം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ആ ശ്രമം ഒന്നും ഫലം കണ്ടില്ല. അതെല്ലാം വിഫലമാകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഇത് വളരെ പെട്ടെന്നായിപ്പോയി ഈ വിയോഗം. സുഖത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ഒക്കെ നമ്മൾ മലയാളികൾ സാധാരണക്കാർ എല്ലാവരും തന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച എത്രയോ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. മലയാളി ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ പാട്ടുകൾ കേൾക്കാതെയോ മൂളാതെയോ ഇരിക്കാറില്ല. അപ്പം ആ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ, പ്രശസ്തർ ഉൾപ്പെടെ ഒരുപാട് പേർ, സാധാരണക്കാരായ മനുഷ്യർ അദ്ദേഹത്തിൻ്റെ മൃതശരീരം, ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ആ ഒരു തിരക്കൊക്കെ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളുള്ളത്? പൊതുദർശന ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് 3:30 പറവൂർ ചേന്നമംഗലത്താണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക.
സൂരജ്, ഇന്നിപ്പോൾ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്താനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പ്രശസ്തരുൾപ്പെടെ സാധാരണക്കാരായ നിരവധി പേർ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ, പൊതുദർശനത്തിനുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാകും ഉണ്ടാവുക? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ, അത് സാധാരണക്കാർ മുതൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ വരെ സ്വാഭാവികമായും സംസ്കാര ചടങ്ങിന് എത്തും, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തും. ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞതു മുതൽ തന്നെ ഈ അമല ആശുപത്രിക്ക് മുന്നിലൊക്കെ ഇന്നലെ രാത്രി വൈകിയും നിരവധി പേർ, അത് പ്രമുഖരെന്ന് മാത്രമല്ല സാധാരണക്കാരായ ആളുകളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. പലർക്കും ഈ ദുഃഖം, അതായത് പെട്ടെന്നുണ്ടായ ഒരു വിടവാങ്ങലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരുപോലെ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ എത്തുന്ന ആളുകളുടെ മുഖത്തെല്ലാം തന്നെ നമുക്ക് പ്രകടമാകുന്നത് ആ ഞെട്ടൽ തന്നെയായിരുന്നു. അത് ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അവരെല്ലാവരും തന്നെ അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ പൊതുദർശന ചടങ്ങുകളടക്കം നടക്കുന്ന സമയത്ത് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ റീജിയണൽ തിയേറ്ററിലെ പൊതുദർശനം അത് ഏറെ നേരം നീട്ടുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് രാവിലെ 8 മണിക്ക് ഈ പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ച 10 മണിയോടുകൂടി തന്നെ ആ മൃതദേഹം പിന്നീട് റീജിയണൽ തിയേറ്ററിൽ എത്തിക്കുന്നു. ഈ വീട്ടിലേക്ക് സ്വാഭാവികമായും ഇത്രയും അധികം ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ ഇത്രയും ആളുകൾ ഉൾക്കൊള്ളുന്നതിനൊരു പരിമിതിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കഴിവതും ഇദ്ദേഹത്തിൻ്റെ ആരാധകരടക്കമുള്ളവർക്ക് ഈ റീജിയണൽ തിയേറ്ററിലെത്തി സുഖമായി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. അത് 10 മണി മുതൽ 12 മണി വരെ എന്നാണ് നിശ്ചയിച്ചതെങ്കിൽ പോലും അതൊരു 2 മണി വരെ നീട്ടും എന്നുള്ളതാണ് നമ്മളോട് തന്നെ ഈ കുടുംബാംഗങ്ങളടക്കം വിവരിച്ചിട്ടുള്ളത്. കാരണം അത്രമാത്രം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മൃതദേഹം ഈ അതിനുശേഷം പൂങ്കുന്നത്തെ വീട്ടിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കും. മറ്റന്നാൾ സംസ്കാരം എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതും ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട്ടിലാണ്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു വെച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് എന്നും അവരുടെ ചുണ്ടിൽ അല്ലെങ്കിൽ അവരുടെ നാവിൽ ഒരു മൂളിപ്പാട്ടെങ്കിലുമായി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എപ്പോഴും എത്താറുണ്ട്. ഒരിക്കലും സംഗീതം പഠിച്ച ആളല്ല അദ്ദേഹം. ഈ സംഗീതം പഠിച്ച് പാടുന്ന ആളുകളെ പോലെ അല്ല അദ്ദേഹം. സംഗീതം പഠിക്കാതെ തന്നെ അതിലേറെ മികവോടുകൂടി, അതായത് ഈ ഔസേപ്പച്ചനുമൊക്കെ ഇന്നലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഔസേപ്പച്ചനൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് ഈ വരികൾ കൊടുക്കുന്ന സമയത്ത്, ഈ സംഗീതം പാട്ട് കൊടുക്കുന്ന സമയത്ത് ആ പാട്ട് അദ്ദേഹം കാണാതെ പഠിക്കും. കാണാതെ പഠിച്ചതിന് ശേഷം അദ്ദേഹം അത് പാടുകയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഭാവം ഉൾക്കൊണ്ട് പാടാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് മറ്റൊരു ഗായകനും കാണാത്ത ഒരു ഗുണമേന്മയാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഗായകനിലും കാണാത്ത കഴിവാണ് അദ്ദേഹത്തിനുള്ളതെന്നുള്ളതാണ് പറയുന്നത്. ഈ പാട്ട് കാണാതെ പഠിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ ഓരോ പാട്ടിൻ്റെയും അല്ലെങ്കിൽ ഓരോ വരിയുടെയും ഭാവം ഉൾക്കൊള്ളാൻ ജയചന്ദ്രന് കഴിയുന്നു. അത് തന്നെയാണ് മറ്റു ഗായകരിൽ നിന്ന് ജയചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ അദ്ദേഹത്തെ ഓർക്കാൻ നമുക്ക് ഓരോ ദിവസവും അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്ന പാട്ടുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ യാത്രകളിൽ അല്ലെങ്കിൽ നമ്മുടെ മുറികളിലൊക്കെ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാതെ ഒരു മലയാളിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഭാവഗായകൻ എന്നാണ്. അത് ആ വിളിയിൽ അത്രത്തോളം തന്നെ അർത്ഥമുണ്ട് എന്നുള്ളതാണ്. ഒരു വരിയാണ് അദ്ദേഹം പാടുന്നതെങ്കിലും ആ വരിയുടെ അർത്ഥം അത് ഏത് തരത്തിലാണോ, അതിന് എന്ത് ഭാവമാണോ വേണ്ടത്, അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ അദ്ദേഹത്തിന് പാടാൻ സാധിക്കുമായിരുന്നു. ആ ശബ്ദം വ്യത്യാസപ്പെടുത്തി അത് പാടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ മലയാളികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകനെയാണ്. മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇന്നലെയാണ് വിടവാങ്ങിയത്. വൈകിട്ട് 7 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നമ്മളെ തേടി എത്തിയത്. അദ്ദേഹം പാടിയ പാട്ടുകൾ അത് ഒരു കാലത്തും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഓരോ പാട്ടിനും ആ പാട്ട് എഴുതുന്ന അല്ലെങ്കിൽ ലിറിസിസ്റ്റ് എഴുതുന്ന ആ വരികൾക്ക് ഭാവം നൽകുക എപ്പോഴും അത് പാടുന്നവരായിരിക്കും. ആ ഭാവം അത് ഉൾക്കൊണ്ട് പാടിയില്ലെങ്കിൽ ഒരിക്കലും ആ വരികളുടെ സൗന്ദര്യം അത് പ്രതിഫലിക്കപ്പെടില്ല. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ വരികളുടെ ഈണം, അതോടൊപ്പം തന്നെ അതിൻ്റെ സംഗീതം, ഇതെല്ലാം കേൾവിക്കാരിലേക്ക് ഒരു എന്താ പറയുക, അതിന് അത്രത്തോളം ഒഴുക്കോടെ എത്തിച്ച ഗായകൻ. അദ്ദേഹത്തെ വാക്കുകളിലൂടെ വർണ്ണിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സ്മിത. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മുടെ
നമ്മുടെ മൂഡ് തന്നെ മാറ്റുമല്ലേ. പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ സംഗീതം അത് ഇങ്ങനെ ഒഴുകുകയാണ്. അതെ, പ്രവിത നേരത്തെ പറഞ്ഞതുപോലെ ഒരു വരി പാടിയാൽ മതി, അതിൽ ഭാവതീവ്രത അതിതീവ്രമായി തന്നെ ആ ഭാവം ഉൾക്കൊണ്ടാണ് അദ്ദേഹം പാടുക. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസക്തി എന്ന് പറയുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് ഇത്രയും വയസ്സായിട്ടും ആ ശബ്ദത്തിനെ ഒരു രീതിയിലും ആ പ്രായമോ കാലമോ ഒന്നും തന്നെ ബാധിച്ചിരുന്നില്ല. വളരെ യുവത്വം തുളുമ്പുന്ന പാട്ടുകൾ അദ്ദേഹം ഇപ്പോൾ ഈ പുതിയ കാലത്തും പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ തലമുറ നെഞ്ചേറ്റിയ പല പാട്ടുകളും അദ്ദേഹം പാടിയതാണ്. അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു, അർബുദബാധിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ രൂപം തന്നെ മുൻപുണ്ടായിരുന്നതിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് സൂരജ് സജിയോട് തന്നെ ചോദിക്കാം. സൂരജ്, അദ്ദേഹം ഏറെ നാളായി അസുഖബാധിതനായിരുന്നു, ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് അർബുദം ബാധിച്ചിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം പാട്ട് കൈവിട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പോലും അദ്ദേഹം പരിപാടികളിൽ വരെ പങ്കെടുക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെക്കാലമായി അദ്ദേഹം രോഗബാധിതനായിരുന്നു. അദ്ദേഹത്തിന് ഈ അർബുദ ചികിത്സയിലായിരുന്നു അദ്ദേഹം. എങ്കിൽ പോലും അത് ഒരിക്കൽ പോലും തളർത്തിയിരുന്നില്ല എന്ന് പറയണം. കഴിഞ്ഞ ഓണക്കാലത്തിന് മുൻപാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ വല്ലാതെ ശരീരമൊക്കെ ക്ഷീണിച്ച അദ്ദേഹത്തിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ അന്ന് പ്രചരിച്ചിരുന്നു. ആ സമയത്ത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്ന് എഴുന്നേറ്റ് വരുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ഓണക്കാലത്ത് മലയാളികൾക്ക് വേണ്ടി അദ്ദേഹം തന്നെ വീണ്ടും പാടി ഒരു പാട്ട് പുറത്തിറക്കുന്നു. ആ പാട്ടിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടെ അവിടെ പോയി വാർത്തകൾ ചെയ്തതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മടങ്ങിവരവ് അറിയിച്ചിരുന്നതാണ്. അത്രത്തോളം രോഗശയ്യയിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് ഈ രോഗം മൂർച്ഛിക്കുന്ന സമയത്തൊന്നും ഒരിക്കൽ പോലും നമുക്കൊന്നും ഒരു ആശങ്ക തോന്നിയിട്ടില്ല. കാരണം തിരികെ വരുന്ന ഒരു പ്രകൃതം, അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രത്തോളം രോഗം തീവ്രതയിൽ നിന്ന് മടങ്ങി വന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തെ ഇടയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ആ സമയത്തൊന്നും തന്നെ അത് തെല്ലും ആശങ്കപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അമല ആശുപത്രിയിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഈ അയൽവാസികളുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങും, വൈകുന്നേരം നടക്കാനിറങ്ങും. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുണ്ടായിരുന്ന ഹോം നേഴ്സിനോട് ചില വരികൾ പാടിക്കൊടുക്കും. ആ വരികൾ ഏറ്റുപാടാൻ പറയും. അത് എഴുതിയത് ആരാണ് എന്നൊക്കെ ചോദിക്കും. ഒരു അന്താക്ഷരി മാതൃകയിൽ അങ്ങനെ അദ്ദേഹം വീടിനകത്ത് സംഗീതമൊക്കെയായി, വീടിനകത്താണെങ്കിൽ പോലും സംഗീതത്തെ തെല്ലും മാറ്റി നിർത്താതെ ഈ പാട്ടിന്റെ ലോകത്ത് തന്നെ സൂരജ്, അത് തന്നെയാണ് പല ഗായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹവുമായി ഒരു സംഭാഷണം തുടങ്ങിയാൽ അതിൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം എത്തുക പണ്ടത്തെ പാട്ടുകളെക്കുറിച്ചും ഒപ്പം മുഹമ്മദ് റഫിയെക്കുറിച്ചും പി ലീലയെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടാണെന്ന്. സമാനമായിട്ടുള്ള അനുഭവമായിരിക്കും തീർച്ചയായിട്ടും ആ നാട്ടുകാർക്കും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അയൽക്കാർക്കും അദ്ദേഹത്തെ അറിയുന്നവർക്കും പറയാനുണ്ടാവുക, അല്ലേ? പ്രവിധ സാധാരണക്കാരാണെങ്കിൽ പോലും ഈ സാധാരണക്കാരുമായി അദ്ദേഹം ഈ പാട്ടുകൾ ചർച്ച ചെയ്യും. പാട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി അത് പാടിക്കൊടുക്കും. അതായത് ഒരു തരത്തിലുള്ള ഈഗോയും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ പലപ്പോഴും ഈ പ്രതീക്ഷിക്കാത്ത സമയത്ത് പൊട്ടിത്തെറിക്കും, വല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കും. അത് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പിണക്കങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പിണക്കങ്ങളാണ്. പല പിണക്കങ്ങളും നീണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോഴും ഈ മുഖം നോക്കാതെ അദ്ദേഹം പിണങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പിണക്കങ്ങൾക്കപ്പുറം എല്ലാം അദ്ദേഹം എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരുമായും അദ്ദേഹം ഈ പാട്ടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തും. അവർക്ക് വേണ്ടി പാട്ട് പാടി നൽകും. അതിപ്പോൾ ഒരു സാധാരണക്കാരനാകട്ടെ പ്രമുഖനാകട്ടെ, തൃശ്ശൂരിലെ പല ഹോട്ടലുകളിലും ഇരുന്ന് അദ്ദേഹം പല സംഗീത ചർച്ചകളും അല്ലെങ്കിൽ സംഗീത സദസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് സൗഹൃദ സദസ്സുകളായിരുന്നു. ആ സൗഹൃദ സദസ്സുകളിലെല്ലാം തന്നെ എല്ലാം മറന്ന് പാടിയിരുന്ന ആളായിരുന്നു ജയചന്ദ്രൻ. അത് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രത്തോളം എത്തിച്ചത്. ഒരുപക്ഷെ ഈ കുട്ടിക്കാലത്തൊക്കെ ഈ ചെണ്ടയും മൃദംഗവും എല്ലാം ഉപയോഗിച്ച് ആ മേഖലയിൽ മാത്രം തിളങ്ങി വന്ന ഒരാൾ പിന്നീട് തൃശ്ശൂർ ക്രൈസ്റ്റ് കോളേജിലാണ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഈ തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് ഇവർ മാറി താമസിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനമെല്ലാം തന്നെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. അങ്ങനെ ചെന്നൈയിൽ ജോലി കിട്ടിപ്പോകുന്ന സമയത്ത് അദ്ദേഹം ചെന്നൈയിൽ നടത്തിയ ഗാനമേളയിലാണ്, അതായത് ഒരു പാട്ട് പാടുമ്പോൾ എത്രത്തോളം ഭാവമുണ്ട് എന്ന് തോന്നുന്ന ഒരു നിമിഷം. അങ്ങനെ ഈ ചെന്നൈയിൽ അദ്ദേഹം ഈ ഗാനമേള നടത്തുന്ന സമയത്ത് ശോഭന പരമേശ്വരൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ശോഭന പരമേശ്വരൻ അദ്ദേഹത്തോട് തോന്നിയ ഒരു ഇഷ്ടം, അതായത് അദ്ദേഹത്തിൻ്റെ
പാട്ടിനോട് തോന്നിയ ഇഷ്ടമാണ് മലയാള സിനിമയ്ക്ക് പി ജയചന്ദ്രനെ സമ്മാനിക്കുന്നതിലേക്ക് വഴിതെളിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തോട് സിനിമയിൽ പാടുന്നതിന് താല്പര്യമുണ്ടോ എന്ന് ശോഭന പരമേശ്വരൻ നായരും അതുപോലെ തന്നെ എം വിൻസെന്റും ചോദിക്കുന്നു. അങ്ങനെ എ വിൻസെന്റും ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് മലയാള സിനിമാ ലോകത്തേക്ക് പതിയെ മലയാള സിനിമയിലേക്ക് അടുക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റായി മാറുന്നു, അല്ലെങ്കിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു. 1965 കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യം പാടിയത്. ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന പാട്ട് ആദ്യമായി പാടുന്നു. പക്ഷേ ആ ചിത്രം റിലീസ് ചെയ്യുന്നത് വൈകി. പക്ഷേ ഈ കാര്യം, അതായത് ഇങ്ങനെ ഈ പാട്ട് പാടിയതും ഈ പാട്ടുമൊക്കെ ജി ദേവരാജൻ മാസ്റ്റർ കേൾക്കുന്നു. അങ്ങനെ ജി ദേവരാജൻ മാസ്റ്ററുടെ പാട്ടാണ് ആദ്യമായി പുറത്തിറങ്ങുന്നത്. അതെ സൂരജ്, ആ സംഗീത യാത്ര എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ഇന്ന് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു. അതിന്റെ വേദനയിലാണ് നമ്മൾ മലയാളികൾ മുഴുവനും. MTയുടെ നഖക്ഷതങ്ങളിലെ നിഷേധിയായ നമ്പൂതിരി, ആ നമ്പൂതിരിയെ പോലെ തന്നെയായിരുന്നു ഏറെക്കുറെയൊക്കെ അദ്ദേഹം സ്വന്തം അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ, അത് ആരോടായാലും അത് പറയാൻ ഒട്ടും മടിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ജീവിതവും അതുപോലെ നിഷേധിയായ ഒരു മനുഷ്യനെ പോലെയായിരുന്നു. പാട്ടുപാടണം എന്ന് കരുതി ഒരുപാട് നിയന്ത്രണങ്ങൾ, ശാരീരിക നിയന്ത്രണങ്ങൾ, ആരോഗ്യകാര്യങ്ങളിൽ അതൊന്നും അദ്ദേഹം വച്ചിരുന്നില്ല. ചിട്ടപ്പടിയൊന്നും ജീവിച്ചില്ല. എന്നിട്ടും ഈ 80 വയസ്സുവരെ അദ്ദേഹത്തിൻ്റെ ഗാനം അതേ മാധുര്യത്തിൽ ഒട്ടും ചോർന്നു പോകാതെ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നു. നടി ഹണി റോസിന്റെ അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ സാധ്യത. ജില്ലാ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തലിലാണ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം. ഇന്നലെയാണ് എറണാകുളം CJM കോടതി ബോബി ചെമ്മണ്ണൂർ റിമാൻഡ് ചെയ്തത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഉടൻ തീരുമാനമെടുക്കും. മോശം ഫേസ്ബുക്ക് കമന്റ് ഇട്ടതിന് ഹണി റോസ് നൽകിയ പരാതിയിൽ ഇതുവരെ ഒരു അറസ്റ്റ് മാത്രമാണ് ഉണ്ടായത്. ബോബി ചെമ്മണ്ണൂർ കേസിൽ നിർണായകമായത് നടി ഹണി റോസിന്റെ രഹസ്യമൊഴിയാണെന്ന് കൊച്ചി DCP അശ്വതി ജിജി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റങ്ങൾ സമ്മതിച്ചില്ല. പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളെല്ലാം ശക്തമായിരുന്നു. ആരാധകരുടെ പ്രതിഷേധം എന്തിനാണെന്ന് അറിയില്ല എന്നും DCP 24നോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ്. പരാതിയിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സെക്ഷനും ഇട്ടത്. ബാക്കി പ്രതി ഒരിക്കലും സമ്മതിക്കില്ലല്ലോ ഞാൻ ചെയ്തു എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റിലുണ്ടല്ലോ. ജയിലിലാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് ബാക്കി പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കൂടുതൽ വിശദാംശങ്ങളുമായി YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അശ്വതി ജിജി DCP സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായ ശക്തമായ തെളിവുകളുണ്ട്. പോലീസിന് തീർച്ചയായിട്ടും ഇത് ഈ കേസിന് ഉറപ്പ് നൽകുന്ന തെളിവുകളാണ്. ഒപ്പം തന്നെ ഈ അന്വേഷണം ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത? എന്തൊക്കെ കാര്യങ്ങളാണ് DCP വ്യക്തമാക്കിയത്? ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് സ്മിത. ബോബി ചെമ്മണ്ണൂറിന്റെ കുരുക്ക് മുറുക്കിക്കൊണ്ടുള്ള പ്രോസിക്യൂഷന്റെ കൃത്യമായ ഒരു സമർപ്പണമായിരുന്നു ഇന്നലെ കോടതിയിൽ ഉണ്ടായിരുന്നത്. അത് സാധൂകരിക്കുന്ന വിധിയായിരുന്നു. ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് എന്ന വിധി വന്നത്. വിധിക്ക് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂർ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പരിശോധനയിൽ തൃപ്തികരമാണെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് കാക്കനാട്ട് ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും അശ്വതി ജിജി ഇന്നലെ 24നോട് പ്രതികരിക്കുകയും ചെയ്തു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാം പ്രോസിക്യൂഷന് സാധൂകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ പോലീസിന് കൈമാറാൻ സാധിച്ചുവെന്ന് അശ്വതി ജിജി പറഞ്ഞു. ഒപ്പം തന്നെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ നേരത്തെ തന്നെ ഹണി റോസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ആ FIR പ്രത്യേകമായി അന്വേഷിക്കും. അങ്ങനെ കൃത്യമായി തന്നെയുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നും അശ്വതി ജിജി പറഞ്ഞു. ആരാധകരുടെ പ്രതിഷേധം ഏത് വിധത്തിനുണ്ടായതെന്ന് അറിയില്ല. പ്രതി ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും പ്രതികരിക്കുവാൻ കൃത്യമായ ഒരു ഉത്തരം ഒന്നിനും നൽകിയിട്ടില്ല. പക്ഷേ ഡിജിറ്റൽ തെളിവുകളാണ് നിർണായകമായത്. ഒപ്പം തന്നെ ഈ കേസിന് പിന്നാലെ ഈ ജില്ലാ കോടതിയിൽ ഹണി റോസിന്റെ രഹസ്യമൊഴി എടുത്തിരുന്നു. ഈ രഹസ്യമൊഴിയും ഡിജിറ്റൽ തെളിവുകളുമാണ് ബോബി ചെമ്മണ്ണൂറിന്റെ കുരുക്ക് മുറുകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നും കൊച്ചി DCP അശ്വതി ജിജി 24നോട് പറഞ്ഞു. ഇനി റിമാൻഡിലിരിക്കുന്ന ബോബി ചെമ്മണ്ണൂറിനെ കാക്കനാട് ചേരുന്നതും ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിൽ വേണമോ എന്നുള്ളത് അത് ആലോചനയിലൂടെ മാത്രമേ തീരുമാനം ഉണ്ടാകുള്ളൂ എന്നും DCP വ്യക്തമാക്കി. എന്തായാലും പോലീസിന് കൃത്യമായി തന്നെ സമർത്ഥമായി തന്നെ ഹണി റോസിന്റെ രഹസ്യമൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷന് വാദം അത് കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കും. ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഹൈക്കോടതി നേരിട്ട് സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. അതിനെ സ്ഥിരീകരിക്കത്തേ ഉള്ളൂ. കാരണം ജില്ലാ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ തന്നെ നേതൃത്വത്തിൽ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിക്കുവാനുള്ള തീരുമാനം. ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ വലിയ രോഷത്തിലാണ് ഇപ്പോഴും. ആരൊക്കെയോ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ആരാധകരും ബോച്ചയും വ്യക്തമാക്കുന്നത്. പക്ഷേ ഡിജിറ്റൽ തെളിവുകളും ഹണി റോസിന്റെ രഹസ്യമൊഴിയും ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ ദ്വയാർത്ഥം എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതിനാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നത്. സ്മിത.
യെസ്, YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നടി ഹണി റോസിനെ അപമാനിച്ചു എന്ന പരാതിയിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി വന്നതിനു പിന്നാലെ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ കുഴഞ്ഞു വീണു. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ ആരാധകരുടെ നീണ്ട നിരയെത്തി. പിന്നാലെ ജനറൽ ആശുപത്രിയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. ഹണി റോസിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കുന്ന വാദങ്ങളാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഇത് അംഗീകരിച്ച കോടതി ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തു. പിന്നാലെ ബോബിക്ക് രക്തസമ്മർദ്ദം, ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് നീക്കം, ബോബിയെ കാത്ത് ആരാധകരുടെ നീണ്ട നിര. 1000 കിലോമീറ്റർ ഓടിത്തീർത്ത ബോബി ചെമ്മണ്ണൂരിന് എങ്ങനെ അസ്വസ്ഥതയുണ്ടായെന്ന ചോദ്യം. വൈദ്യപരിശോധനയിൽ BP, ഓക്സിജൻ ലെവലും എല്ലാം നോർമൽ. എറണാകുളം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം. ജയിലിലേക്ക് പുറപ്പെടാനുള്ള പോലീസ് ജീപ്പിന് മുന്നിൽ ആരാധകരുടെ പ്രതിഷേധം. തുടർന്ന് നാടകീയ രംഗങ്ങൾ. മനഃപൂർവ്വം ബോച്ചയെ വേട്ടയാടുന്നുവെന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതുവരെ കാവലിരിക്കാനും പ്രതിഷേധിക്കാനുമാണ് ആരാധകരുടെ തീരുമാനം. 24 കൊച്ചി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതി ചേർത്തതോടെ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലാണെന്ന് സൂചന. ഇന്നലെ ഉച്ച മുതൽ നേതാക്കളുടെ ഫോണുകൾ സ്വിച്ച് ഓഫായി. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥ് എന്നിവരുടെ ഫോണുകളാണ് സ്വിച്ച് ഓഫ് ആയത്. 24 ബ്രേക്കിംഗ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട് നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ, അത് പ്രധാനപ്പെട്ട നേതാക്കളാണ്. MLA ഉണ്ട്, ഒപ്പം തന്നെ മുൻ DCC ട്രഷറർ ഉണ്ട്, DCC പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ 4 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഇവർ ഒളിവിലാണെന്ന് പറയുന്നു. അത് അങ്ങനെ തന്നെയാണോ? ാണ് അനുമാനിക്കേണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇതിൽ പ്രതി ചേർത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കേസിൽ ഈ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ പേരുള്ള പ്രധാനപ്പെട്ട 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ ഒരാൾ മരിച്ച ആളാണ്. ബാക്കി 3 പേർ, ഒരാൾ MLA ആണ്, മറ്റൊരാൾ DCC പ്രസിഡന്റ് ആണ്. അതോടൊപ്പം തന്നെ നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന KK ഗോപിനാഥനും ഈ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ അവരുടെ ഫോണുകളൊന്നും തന്നെ പ്രവർത്തിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. അവർ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഇവരെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതാകാം ഇങ്ങനെ ഒരു ഒളിവിലേക്ക് പോകാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ 2 പേർ, അതായത് IC ബാലകൃഷ്ണൻ MLAയും ND അപ്പച്ചനും ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കത്തിലുള്ള NM വിജയന്റെ കത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതായത് ഈ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള വിവരങ്ങൾ, അതിൽ ഇവരാണ് പങ്കാളികൾ എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിൽ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു നടപടിയിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും ഈ നേരത്തെ ഈ PP ദിവ്യയ്ക്കും ഇതിന് സമാനമായ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ തെളിവുകൾ ആണ് ഈ ആത്മഹത്യാക്കുറിപ്പ് എന്നാണ് പോലീസ് ഈ CPIM ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത്. CPM പറയുന്നത് ഇങ്ങനെ ഭയമില്ലെങ്കിൽ ഈ സ്ഥാനം രാജിവെക്കണം IC ബാലകൃഷ്ണൻ, അതിനുശേഷം നിയമ നടപടി നേരിടണം എന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യം CPM ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് CPM ശക്തമായ പ്രക്ഷോഭത്തിനും ഒരുങ്ങുകയാണ്. 13-ാം തീയതി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പങ്കെടുക്കുന്ന വലിയ ഒരു പ്രതിഷേധ പരിപാടി ബത്തേരിയിൽ നടക്കുന്നുണ്ട്. ഇതിനുശേഷം മനുഷ്യച്ചങ്ങല അടക്കമുള്ള ക്യാമ്പയിനുകളിലേക്ക് CPM പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം CPM ഉന്നയിക്കുന്നത് ഒന്നുകിൽ ഇവർ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ്. അതായത് IC ബാലകൃഷ്ണനെ രാജിവെക്കണം, അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ND അപ്പച്ചനെ മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ND അപ്പച്ചൻ കഴിഞ്ഞ ദിവസം പരസ്യ പ്രതികരണം നടത്തിയതുമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഈ കേസുമായി ബന്ധമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ, ഇനി എന്ത് നടപടി ഉണ്ടാകും, മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും ആ അപേക്ഷ പരിഗണിച്ച ശേഷമാകും ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളത്. ഈ കേസിൽ 1-ാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തൊക്കെ മാറി നിൽക്കാനാകുന്നതാണോ? സുർജിത്ത്, ഇതുമായി ബന്ധപ്പെട്ടെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് അറസ്റ്റിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ജില്ലാ പഞ്ചായത്ത്
അധ്യക്ഷയായിരുന്നു. പി ദിവ്യ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്നു. അവർ രാജിവെച്ചു. അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയാണ്, പിന്നീട് ജയിലിലേക്ക് അയക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടാണ് ജാമ്യം ലഭിച്ചത്. അങ്ങനത്തെ ഒരു അവസ്ഥ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ തെളിവുകളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ രീതിയിൽ പേരുകളുള്ള ആളുകൾ, അതായത് സാമ്പത്തികമായി ഇടനിലയായി നിന്ന് പണം തട്ടിയെടുത്ത് അപഹരിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അതൊരു കൃത്യമായ തെളിവാണ് എന്നുള്ളതാണ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമർത്ഥിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക്, അതായത് ഇങ്ങനെ മാറി നിൽക്കുന്ന നടപടിയിലേക്ക് ഇവർ പോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ അപേക്ഷ പരിഗണിക്കുന്ന മുറയ്ക്ക് ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ സ്വാഭാവികമായും പിന്നീട് അറസ്റ്റ് അല്ലാതെ മറ്റു വഴിയിലേക്ക് പോകില്ല. അത് നേരെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം മുൻകൂർ ജാമ്യം ലഭിച്ചാൽ സ്വാഭാവികമായും അവർ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇവരുടെ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആണ്. ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 3 പേരുടെയും ഫോണുകൾ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. സുർജിത്ത്, ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. കാരണം നമ്മൾ കണ്ടതാണ് പി ദിവ്യക്കെതിരായ വലിയ പ്രതിഷേധങ്ങൾ അതൊക്കെ ഉന്നയിച്ചിരുന്ന കോൺഗ്രസ് അവരിപ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? അതും എല്ലാ കാലവും പാർട്ടിക്കൊപ്പം നിന്ന വളരെ പാർട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി നിന്ന ഒരു മനുഷ്യനാണ് ഇല്ലാതായത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി ഒരാളും സംസാരിച്ചിരുന്നില്ല. അവരെ വല്ലാതെ മുറിവേൽപ്പിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ പേരുകളുണ്ട്. അത് വളരെ ഗൗരവമേറിയ ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവ് വന്നിരിക്കുന്നു. എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ. അവർക്കെതിരെ വലിയ വിമർശനമാണ് പാർട്ടി ഉന്നയിക്കുന്നത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യാക്കുറിപ്പ് 10ാം ദിവസമാണ് കുടുംബം പുറത്തുവിടുന്നത്. 10ാം ദിവസം പുറത്തുവിടാനുള്ള ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അത് NM വിജയൻ എഴുതി വെച്ച പ്രകാരമാണ്. അത് അദ്ദേഹം ആ കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളെ ഇത് കാണിക്കണം, പാർട്ടിയെ ദ്രോഹിക്കണം എന്ന ഒരു തരത്തിലും കരുതിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കളുടെ സമീപനം അനുസരിച്ചാകണം പിന്നീട് ഈ കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും നൽകേണ്ടത് എന്ന് എഴുതി വെച്ച പ്രകാരമാണ് കുടുംബം അത്തരത്തിൽ നടപടിയിലേക്ക് കടന്നത്. മാത്രമല്ല, ഈ മരണം നടന്ന് അതിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്ന കഴിഞ്ഞ ശേഷം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു കോൺഗ്രസ് നേതാവ് പോലും DCC ട്രഷററുടെ വീടാണ്, എന്നിട്ട് പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഒന്ന് ഫോണിൽ വിളിക്കാൻ പോലും ആരും തയ്യാറായില്ല എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത്രയ്ക്കധികം ഗൗരവമായ രീതിയിലാണ് കുടുംബം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും മാത്രമല്ല, ഇതൊരു കുടുംബ വഴക്കാക്കി മാറ്റാൻ, അങ്ങനെ ഒരു ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലും ശ്രമവും ചില പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായി എന്ന ആക്ഷേപം കൂടി മകൻ വിജേഷും മരുമകൾ പത്മജയും പ്രത്യക്ഷമായ രീതിയിൽ തന്നെ പറയുകയുണ്ടായി. ഇത് വലിയ രീതിയിൽ, അത് മാത്രമല്ല ഈ രണ്ടുപേരെ കണ്ടപ്പോഴും ഈ K സുധാകരൻ ഈ കത്ത് വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം. അതായത് ഒരു DCC ട്രഷറർ മരണമൊഴിയായി എഴുതി വെച്ച കത്ത് ലാഘവത്തോടു കൂടി കണ്ടു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം വയനാട്ടിൽ നിന്നും ചേർന്നത്. ഏതായാലും സംഭവത്തിൽ പ്രതി ചേർത്ത കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവർ ഒളിവിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് S ഈശ്വരൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കേന്ദ്ര സർക്കാർ നൽകിയ എയർലിഫ്റ്റിംഗ് ബില്ലിൽ അടക്കം പണം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ സാവകാശം തേടിയിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. വയനാട് ദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്ന ആവശ്യത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കം തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഇന്നു മുതൽ നിലയ്ക്കും. കുടിശ്ശിക തന്നു തീർക്കാതെ മരുന്ന് വിതരണം ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് വിതരണക്കാർ. മരുന്ന് വിതരണം ചെയ്ത വകയിൽ 9 മാസത്തെ കുടിശ്ശികയായി 90 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ വിതരണക്കാർ കത്ത് നൽകിയിരുന്നു. തീരുമാനമൊന്നുമാകാത്ത സാഹചര്യത്തിലാണ് ഇന്നു മുതൽ മരുന്ന് വിതരണം നിർത്തുന്നത്. ഇതോടെ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായേക്കും. ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതി MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് മുൻകൂർ ജാമ്യം തേടി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ഇന്നലെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിയുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണ്. വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ബാങ്കുകളിലെ അക്കൗണ്ടുകളും അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നു.
CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇന്ന് ഹരിപ്പാട് തുടങ്ങും. 12 വരെ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഴുവൻ സമയവും പങ്കെടുക്കും. 3 ദിവസം നീളുന്ന പ്രതിനിധി സമ്മേളനം രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 12 നടക്കുന്ന പൊതുസമ്മേളനവും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. പുതിയ ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ 15 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 361 പ്രതിനിധികളും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 407 പേർ പങ്കെടുക്കും. സംഘടനാ ദൗർബല്യങ്ങളും വിഭാഗീയ വിഷയങ്ങളും, ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി, കുട്ടനാട് നിയമസഭാ സീറ്റ് ഏറ്റെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയാകും. 2018 മുതൽ R നാസറാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കർഷക സമരവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്വൽ ഭുയൻ എന്നിവരുടെ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച ഉന്നത അധികാര സമിതി കർഷകരുമായി നടത്തുന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് പഞ്ചാബ് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. അതിനുശേഷം ഹർജി പരിഗണിക്കണമെന്നും പഞ്ചാബ് സർക്കാരും കേന്ദ്രവും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഹർജി ഇന്ന് പരിഗണിക്കാനായി മാറ്റിയത്. കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുന്നതിനാൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഇടപെടൽ ഉണ്ടായേക്കും. വാർത്തകളിലേക്ക് വീണ്ടും. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ഡ്രൈവറെ കാണാനില്ല എന്ന് പരാതി. മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത് കുമാറിനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രജിത് കുമാറിന് നോട്ടീസ് നൽകിയിരുന്നു. ഞങ്ങളെ മോന് സ്കൂളിൽ വിളിച്ചിട്ട് മോനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ വിളിച്ചത് ആദ്യം. അവനെ കൂട്ടിക്കൊണ്ടുവന്നാണ് എന്നാണ് പിന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ വിളിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് പോയത്. അതിനുശേഷമാണ് വിവരമില്ലാത്തത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെയാണ് ഇപ്പം നടക്കാ പോലീസിൽ പരാതി. അതെ അതെന്ന് വെച്ചാൽ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നല്ലോ ഒന്നുമില്ല. ഞങ്ങളിപ്പോ വിചാരിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പൊ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഇവിടെ രാവിലെ ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ വരികയൊക്കെ ചെയ്തു. അന്വേഷിക്കാനൊക്കെ വന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് ഓരോടെ എത്തിയിട്ടില്ല എന്ന് ഓരോ വിളിപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ പരാതി കൊടുക്കാൻ വന്നത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു ദുരൂഹത ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. 2023 ഓഗസ്റ്റ് 21 മുഹമ്മദ് ആട്ടൂർ എന്നുള്ള കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കാണാതായത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഡ്രൈവറാണ് കക്കോടി സ്വദേശിയായിട്ടുള്ള രജിത് കുമാർ. ഇപ്പോൾ രജിത് കുമാറിനെ കാണാതായി എന്ന കാര്യമാണ് കുടുംബം പറയുന്നത്. 7-ാം തീയതിയാണ് അവസാനമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞത്. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രജിത് കുമാറിന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പലതവണ രജിത് കുമാറിനെ വിളിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുകയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ രജിത് കുമാറിനെ കാണാതായിരിക്കുന്നത്. രജിത് കുമാറിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ 2 കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘം എത്തുകയും പിന്നീട് ഈ കുട്ടിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഘട്ടമുണ്ടായിരുന്നു. അതിൽ വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. ലോക്കൽ പോലീസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം തുടരുന്നു. ഈ സംഭവത്തിനിടയിൽ ഇപ്പോൾ രജിത് കുമാറിനെ കൂടെ കാണാതാവുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന് കോഴിക്കോട് KSRTC സ്റ്റാൻഡിനോട് ചെയ്യുന്ന ഒരു മുറിയുണ്ട്. ആ മുറി 7-ാം തീയതിയോടുകൂടെ ഒഴിഞ്ഞതായാണ് കാണുന്നത്. പിന്നീട് എങ്ങോട്ട് രജിത് കുമാർ പോയി എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രജിത് കുമാർ സ്വന്തം പോയതാണോ അതല്ല മറ്റാരെങ്കിലും എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോയതാണോ, അത്തരത്തിലുള്ള ഒരു സംശയവും അത്തരത്തിലുള്ള ഒരു ആശങ്കയുമാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ സമീർ, ഇദ്ദേഹത്തെ എത്ര തവണ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്? ഒപ്പം കുട്ടികളെ ചോദ്യം ചെയ്യാനിടയായ സാഹചര്യം എന്താണ്? മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. ആ വേളയിൽ 2 തവണ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിറകെ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്യലിനായി ഹാജരാവണം എന്നാവശ്യപ്പെടുകയും ഒരു തവണ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്തു. ഈ വേളയിൽ തന്നെയാണ് ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെയും ലോക്കൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു.
അങ്ങനെ ആ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ കുട്ടിക്ക് തന്നെ വലിയൊരു മാനസിക സംഘർഷമുണ്ടാകുന്ന ഘട്ടമുണ്ടായി. അതേ തുടർന്ന് ഈ രജിത് കുമാർ പോലീസിൽ പരാതി നൽകി. അത് പിന്നീട് കോടതിയിലെത്തുകയും കോടതി ഈ പോലീസിന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയും അതിൽ കുടുംബം വലിയ രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലും കുടുംബവുമായി ബന്ധപ്പെടുന്നു. കുടുംബത്തെ ഈ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നുണ്ട്, അതായത് ഭാര്യ സഹോദരൻ പറയുന്നു, ഗേറ്റ് അടച്ചിട്ട വേളയിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ ജയിലിലേക്ക് ഈ മതിൽ ചാടിക്കടന്നുകൊണ്ട് പ്രതികളെ പിടികൂടുന്ന വിധത്തിലാണ് അവിടേക്ക് എത്തുകയും മോശമായി പെരുമാറുകയൊക്കെ ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്, രജിത് കുമാർ ഉണ്ടായിരുന്നത്. ഇനി അതിന് പിറകെ ഈ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച വേളയിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു മാനസിക സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ അദ്ദേഹം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നത് എന്നുള്ള സംശയമുണ്ട്. നേരത്തെ അവർ വിചാരിച്ചിരുന്നത് അന്വേഷണ സംഘം ഈ ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയിരിക്കുകയാണ്, ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ടാകും എന്ന ഒരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. 7-ാം തീയതി മുതൽ കാണാതായിട്ട് 9-ാം തീയതിയാണ് പിന്നീട് ഒരു പരാതി നൽകുന്നത്. അതായത് ഈ 2 ദിവസവും ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള ഒരു ധാരണയിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രജിത് കുമാർ തങ്ങളുടെ കസ്റ്റഡിയിലില്ല, ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഇതുവരെ ഹാജരായിട്ടില്ല എന്നുള്ള കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ കുടുംബത്തിന് നൽകിയിരുന്ന മറുപടി. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വലിയൊരു ആശങ്കയിലാണ് കുടുംബം ഉള്ളത്. പ്രവിത, സ്മിത. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം, ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പയ്യന്നൂരിലെ പരിപാടിയിൽ നിലവിളക്ക് കൊളുത്താൻ കൈമാറാതെ പൂജാരി ദീപം താഴെ വെച്ച സംഭവം ആവർത്തിച്ച് മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ. ജാതി ചിന്തകളുടെ കനലുകൾ ഇപ്പോഴും ചാരത്തിൽ പുതഞ്ഞ് സമൂഹത്തിൽ കിടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണിതെന്ന് കെ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. പുതിയ പുസ്തകത്തിലാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നിട്ടും നേരിട്ട വിവേചനം ഓർമ്മിക്കുന്നത്. ഉയരാം ഒത്തുചേർന്ന് എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം ഇന്ന് നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യും. ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ പയ്യന്നൂരിൽ വെച്ച് നേരിട്ട ജാതി വിവേചനത്തെക്കുറിച്ച് മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ കെ രാധാകൃഷ്ണൻ തുറന്നു പറഞ്ഞിരുന്നു. മന്ത്രിക്ക് നേരിട്ട ദുരനുഭവം വലിയ ചർച്ചയായപ്പോൾ മുഖ്യമന്ത്രി അതിനെ ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ആ സംഭവം കെ രാധാകൃഷ്ണൻ്റെ ഉള്ളിലൊരു നീറ്റലായി ഇന്നുമുണ്ട്. അതിൻ്റെ തെളിവാണ് പുസ്തകത്തിലെ പരാമർശം. കേരളത്തിൻ്റെ സാമൂഹ്യ മതേതരത്വ അടിത്തറകളിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ കാണാതിരുന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ പുസ്തകത്തിൽ പയ്യന്നൂർ സംഭവം ഓർക്കുന്നത്. ദേവസ്വം മന്ത്രിയായിരിക്കെ പയ്യന്നൂരിൽ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിലവിളക്ക് കൊളുത്താൻ കൈമാറാതെ പൂജാരി വിളക്ക് താഴെ വെച്ച അനുഭവമുണ്ടായി. ജാതി ചിന്തകളുടെ കനലുകൾ ഇപ്പോഴും ചാരത്തിൽ പൊതിഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ കിടപ്പുണ്ട് എന്നതിൻ്റെ സൂചനകളാണിത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ഇത്തരം വിവേചനം പരസ്യമായി നേരിടേണ്ടി വന്നാൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കാനേ വയ്യ. ഇതാണ് വിളക്ക് കൊളുത്തൽ വിവാദത്തെപ്പറ്റി പുസ്തകത്തിലുള്ള പരാമർശം. ശബരിമല തീർത്ഥാടന കാലത്ത് ചെറിയ സംഭവങ്ങളെ തെറ്റായ രീതിയിൽ തിരിച്ചുവിടാൻ നടന്ന സംഭവങ്ങളെപ്പറ്റിയും കെ രാധാകൃഷ്ണൻ പുതിയ പുസ്തകത്തിൽ ഓർക്കുന്നുണ്ട്. മുൻ മന്ത്രിയും ലോക്സഭാംഗവുമായ കെ രാധാകൃഷ്ണൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ഉയരാം ഒത്തുചേർന്ന് എന്നാണ്. നിയമസഭയുടെ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ വെച്ച് പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യും. 24 തിരുവനന്തപുരം. വയനാട് പുൽപ്പള്ളിയിൽ കടുവാശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ പ്രതിഷേധമെന്ന് രാവിലെ 10-ന് ചെതറയം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിലായി കടുവ 2 ആടുകളെ കൊന്നിരുന്നു. വനം വകുപ്പ് വച്ച ക്യാമറ ട്രാപ്പിൽ ലഭ്യമായ കടുവയുടെ ചിത്രവും പുറത്തു വന്നു. കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണിത്. കർണാടക വനമേഖലയിൽ നിന്നും എത്തിയതാണ് എന്നാണ് സംശയം. 2 കടുവയ്ക്കായി വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കായിക വാർത്തകൾ നോക്കിയാൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ കിക്ക് സ്റ്റാർട്ട് FCയെ നേരിടും.
ഉച്ചയ്ക്ക് 2:30 കൊൽക്കത്തയിലാണ് മത്സരം. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഗോകുലം കേരള FC ഒഡീഷ FCയുമായി ഏറ്റുമുട്ടും. ഗോകുലത്തിന്റെ സ്വന്തം തട്ടകമായ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ സീസണിന്റെ ഫൈനലിൽ കാലിടറിയ മലബാർ NC തവണ ശക്തമായ നിരയുമായി തിരിച്ചെത്തുകയാണ്. 2020, 22, 23 സീസണുകളിൽ ഗോകുലമാണ് കിരീടം ചൂടിയത്. Day 24 റൗണ്ടപ്പിന് സമയം പൂർണ്ണമാവുകയാണ്.